നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയ ട്രക്ക് അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ വാഹന ഉടമയ്ക്കും രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർക്ക് എതിരെയും വ്യാപക വിമർശനം ഉയർന്നിരുന്നു. കർണാടക സർക്കാർ പുഴയിൽ അർജുനെ തപ്പാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ വാക്കുകേട്ട് മാധ്യമങ്ങളും കേരള സർക്കാരും റോഡിലെ മണ്ണിന് പിന്നാലെ പോയെന്നും അതുകൊണ്ടാണ് 9 ദിവസത്തിനു ശേഷവും അർജുനെ ട്രക്ക് കണ്ടെത്താനായതെന്നുമായിരുന്നു വിമർശനം ഉയർന്നത്. ട്രക്ക് നേരത്തെ തന്നെ കണ്ടെത്തേണ്ടതായിരുന്നു. വാഹന ഉടമ രഞ്ജിത്ത് തുടങ്ങിയവരുൾപ്പെടെയുള്ള ചില വിദഗ്ധരായ കേരളത്തിൽ നിന്നുള്ള കുറേ പേർ പുഴയിലെ തിരച്ചിൽ പല കാരണം പറഞ്ഞ് തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പോകുന്നു സൈബറെടുത്ത വിമർശനങ്ങൾ. ദുരന്തം നടന്ന ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ലോറി ഓണായിട്ടുണ്ടെന്ന് വ്യാപകമായി പ്രചാരണം നടന്നിരുന്നു. ഇതിനു പുറമെ അർജുന്റെ ഫോൺ റിങ് ചെയ്തെന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞതോടെ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന സാധ്യതകളിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത്. മാത്രമല്ല, തടി കയറ്റിയ അർജുന്റെ ലോറിക്ക് 40 ടണ്ണിലേറെ ഭാരമുണ്ടായിരുന്നു. റോഡിന്റെ മറുവശത്തു നിന്ന് ഇത്ര ഭാരമുള്ള ലോറി പുഴയിലേക്ക് മറിയാനുള്ള സാധ്യത കുറവെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ഇതെല്ലാം രക്ഷാപ്രവർത്തന ദിശ തെറ്റിച്ചെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം അർജുനെ കണ്ടെത്താൻ വൈകിയതിന്റെ കാരണക്കാരൻ രഞ്ജിത്ത് ഇസ്രായേലാണ് എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. പിന്നാലെ അർജുൻ ഓടിച്ച ലോറിയിലെ 4 കഷ്ണം തടി കണ്ടെത്തിയെന്ന് വാഹന ഉടമ മനാഫ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തു. അർജുന്റെ വണ്ടിയിൽ നിന്ന് വീണ P1 എന്ന് എഴുതിയിരുന്ന തടികളായിരുന്നു കണ്ടെത്തിയത്. 8 കിലോമീറ്റർ അകലെ നിന്നായിരുന്നു തടി കിട്ടിയത്. ഇത് അർജുനെ കണ്ടെത്തുന്നതിൽ നിർണായക സൂചനയാണ്. ഒരു വീടിന് മുന്നിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു തടി കണ്ടെത്തിയത്. ജൂലൈ 8-നാണ് അർജുൻ ലോറിയിൽ പോയതെന്നും തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് സംസാരിച്ചതെന്നുമാണ് കുടുംബം പറയുന്നത്. ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല. പിന്നീട് രാവിലെ 8-ന് വിളിച്ചപ്പോൾ അർജുന്റെ ഫോൺ റിങ് ചെയ്തു. പിന്നീട് സ്വിച്ച് ഓഫ് ആയെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് രാത്രി വരെ ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നു എന്നാണ് ഭാരത് ബെൻസ് കമ്പനി പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇത് സംബന്ധിച്ച് മലയാളി വാർത്തയോട് ലോറി ഉടമ മനാഫ് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴയിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ 3 ദിവസം നമ്മളെ വണ്ടിയെ അവിടെ ഇല്ല എന്നാ പറഞ്ഞത്. ഹലോ, കർണാടക സർക്കാർ പറഞ്ഞ ആദ്യം മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് മണ്ണിൽ മാത്രം അല്ല, അതൊക്കെ പക്കാ കള്ളത്തരാ. ഇതിപ്പോ ഓരോത് ഞാൻ എന്താ പറയാ, ഞാൻ കാര്യമായിട്ട് എന്താ പറയാ, നമ്മളെ വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നലെ ഈ തടി ഇപ്പം മനാഫിന്റെ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത്ത് ഇസ്രായേലും അങ്ങനെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. അപ്പൊ ഈ മലയാളികൾ കാരണമാണ് ഈ മണ്ണിടിച്ചിലിന്റെ അവിടെ നോക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരുപാടായിട്ട് എന്താണ് വിവാദങ്ങൾ പറഞ്ഞുണ്ട്. അല്ല, അത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാര് തെരയുന്നുണ്ട്. ആ തെരച്ചിലിന് നമ്മൾ ആരും തടസ്സം നിന്നിട്ടില്ല. പിന്നെ ഞമ്മള് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷീനറീസ് ലൈറ്റ് നമ്മൾ പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞ 2 പൊക്ലൈനർ, അതായത് JCB വെച്ചിട്ടാണ് ഇവർ പണി എടുത്തുകൊണ്ടിരുന്നത്. 3 JCB ഉണ്ടായിനി അവിടെ. 1 വർക്ക് ചെയ്യിക്കില്ല, 2 വർക്ക് ചെയ്യിക്കണുള്ളതിന്. ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത്, കൂടുതൽ മിഷനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും. ഹലോ, അപ്പൊ മനാഫിന് ഇപ്പൊ ഉറപ്പുണ്ടായിരുന്നു ഈ ലോറി പുഴയിൽ പോയി ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത്? ഞമ്മള് പറഞ്ഞത് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തെരയുണ്ടല്ലോ. അതിന് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ തെരച്ചിലിന് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഇതില്ല, എന്താണ് പറയാ, അല്ല ഉറപ്പല്ല, എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞമ്മള്. നമുക്ക് അതിൽ പ്രതിഷേധമില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഏത് വീഡിയോ അല്ല, പുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പോയി പോകും. അപ്പൊ എന്താ പറയാ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ്. അതായത് ഡേ 1 മുതൽ ഡേ 3 വരെ, ഡേ 4 വരെ ഇവര് വണ്ടി ഇല്ല എന്ന് പറഞ്ഞതാ. ഡേ 4 എന്താ പറഞ്ഞത്? അർജുന്റെ ബന്ധുക്കളോടാണോ? എന്നോട് എന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല. ആകെ ഞമ്മക്ക് ഇവിടെ കിട്ടിയത് 3. നമ്മൾ പരാതി കൊടുത്തല്ലോ, പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ. ഇതിപ്പോ പരാതി 4ാമത്തെ ദിവസമാണ് വാങ്ങുന്നത്. അതും രാത്രി 5ാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളൂ. അത് അന്നാണ് ശരിക്കും നമ്മൾ FIR ഇടാൻ പോലും വരെ തയ്യാറായത്. അത്ര ദിവസം വരെ FIR എന്തുകൊണ്ട് ഇട്ടില്ല? ഒരു സാധാരണക്കാരന് ഒരു വണ്ടിയും അതിലെ ഡ്രൈവറും നഷ്ടപ്പെട്ടിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് FIR ഇടുന്നില്ല?
FIR ഏതൊരു പാവപ്പെട്ടവനും ഏതൊരു സാധാരണക്കാരും വന്ന FIR ഇടണ്ടേ? നമ്മൾ കൺസേൺ അല്ലേ ഒരു വിഷയം നടന്നിട്ട് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട്, അത് നമ്മളെ കൺസേൺ ആണ്, അത് ആ പോലീസുകാർ അത് എടുക്കണോ? ഇതിപ്പോ ഈ വിഷയം ഇപ്പം മിനിസ്റ്റർ ഇതിലിപ്പോ ദുരൂഹതയുണ്ട്. ഞാനും പറയാൻ കാരണം വെച്ചാൽ വെള്ളത്തിൽ പോയ ലോറിയാണെങ്കിൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ല. പക്ഷെ മണ്ണ് ഇവര് മൊത്തം മണ്ണ് അവിടെ മാറ്റിയിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു വിഷയം ഇതിന്റെ ഇടക്ക് വന്ന് ഈ വെള്ളത്തിൽ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്താൻ പറ്റൂ? വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരേണ്ടതുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ് അതില് കൃത്യത ഇല്ല. ഓക്കെ, എനിക്ക് അതിൽ എന്താണ് കൃത്യത ഇല്ല. കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോൾ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ, നമ്മളെ ജിതിൻ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ്. ഇവരാണ് അന്വേഷിച്ചത് ഭാരത് ബെൻസായിട്ട്. ഭാരത് ബെൻസാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, അതിലൊരു വ്യക്തത ഇല്ല.